വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടകര എം പി ഷാഫി പറമ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് വളരെ കൃത്യമായ മറുപടിയുമായി ഇപ്പോൾ ഷാഫി പറമ്പിൽ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. ചില മാധ്യമങ്ങളിൽ വരുന്ന ഊഹാപോഹങ്ങളെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഞാനിപ്പോൾ മത്സരിച്ച് വിജയിച്ചതല്ലേയുള്ളൂ, ഇനി അവിടുത്തെ കാര്യങ്ങൾ നോക്കട്ടെ എന്നായിരുന്നു ഷാഫിയുടെ ആദ്യ പ്രതികരണം. നിലവിൽ പാർലമെന്റ് അംഗമെന്ന നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. മാധ്യമങ്ങളിൽ ഓരോ എംപിമാരുടെയും ഫോട്ടോയും വെച്ച് അവർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ അനാവശ്യമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞതായി ചില മാധ്യമങ്ങൾ നൽകിയ ക്യാപ്ഷനുകൾ തെറ്റാണെന്നും അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണം എന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ ഉയർന്ന ചർച്ചകൾ വഴിതിരിച്ചു വിടുന്നതാണ് എന്നും ഉചിതമായ സമയത്ത് കോൺഗ്രസ് പാർട്ടി ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാ എംപിമാരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ക്യൂ നിൽക്കുകയാണ് എന്ന തരത്തിലുള്ള ചിത്രീകരണം ശരിയല്ല എന്നും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് സ്വീകാര്യമായ മികച്ച സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പുറത്തിറക്കുക എന്നും ഷാഫി പറഞ്ഞു. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറയുന്നത് വളരെ പ്രധാനമാണ്. കേരളത്തിലെ ജനങ്ങൾ ഭരണമാറ്റത്തിനായി ആഗ്രഹിക്കുന്നുണ്ടെന്നും നിലവിലെ ഭരണകൂടത്തെ മാറ്റാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. ആ മാറ്റത്തിന് UDF സജ്ജമാണെന്നും അർഹരായവർ സ്ഥാനാർത്ഥികളായി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചുരുക്കത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അനാവശ്യമായ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്നും വടകരയിലെ ജനങ്ങൾ നൽകിയ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാനാണ് താൻ നിലവിൽ മുൻഗണന നൽകുന്നതെന്നുമാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ വീഡിയോ മുഴുവനായി കണ്ടു നോക്കാം. ഞാൻ പറഞ്ഞു, ഞാൻ ചില മാധ്യമങ്ങളോട് ഒരു അഭ്യർത്ഥനയാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് നിങ്ങൾ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചിട്ട് അതിൽ ഞങ്ങളുടെയൊക്കെ പടം വരെ കൊടുത്തിട്ട് ഞങ്ങൾക്കും മത്സരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ആരോടെങ്കിലും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? പാർട്ടിയോട് ഞങ്ങൾ പറഞ്ഞതായിട്ട് അവർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? അപ്പം അവരുടെ ഊഹാപോഹങ്ങളാണ്. കേരളത്തിലെ എല്ലാ എംപിമാരും വരിവരിയായിട്ട് മത്സരിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുമില്ല. ഞാനിപ്പോ ഒന്ന് മത്സരിച്ച് ജയിച്ചിട്ടാണല്ലോ നിൽക്കുന്നത്. തൽക്കാലം ഇപ്പൊ അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. ഇല്ല, അത് ചെയ്യണം. അങ്ങനെ ആരും ഒരു എംപിയും സ്വയം സ്ഥാനാർത്ഥിയായിട്ട് അങ്ങനെ നിൽക്കുന്നില്ലല്ലോ. ഇത് ഞാൻ മാധ്യമങ്ങൾ കുറെ കാർഡുകൾ എല്ലാവരുടെയും ഫോട്ടോ വെച്ചിട്ട് ഇവരൊക്കെ മത്സരിക്കാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകരോടും പറയുന്നു, ഈ ഊഹാപോഹങ്ങളുടെ പുറകെ നിങ്ങളും ജനങ്ങളും പോകേണ്ടതില്ല. മാധ്യമങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം മത്സരിച്ച് ജയിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. പാർലമെന്റിലാണല്ലോ ഇപ്പൊ മത്സരിച്ചിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റട്ടെ. പിന്നെ ഈ വോട്ടർ പട്ടികയിൽ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് ഏകദേശം ആദ്യമായിട്ട് എത്ര പേരുകൾ പ്രതീക്ഷിക്കാന്നാണ്? അതൊക്കെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയല്ലേ തീരുമാനിക്കുന്നത്. പാർട്ടി ഹൈക്കമാൻഡ്. ഞാനിപ്പോ പാർലമെന്റിലെ മെമ്പർ ആണല്ലോ. ഇപ്പൊ പാർലമെന്റ് മെമ്പറായി പ്രവർത്തിക്കാൻ തുടരാൻ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? അതില്ലാന്ന് തന്നെ പാർട്ടി അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ അതിൽ ഞാൻ എല്ലാ എംപിമാരുടെയും കാര്യത്തിൽ നിങ്ങൾ ഈ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക്, ഞാൻ പറയുന്ന അനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്ക് വേദികൾ ഉണ്ടാക്കരുത്. നിങ്ങൾ കുറെ എംപിമാരുടെ ഫോട്ടോ വെച്ചിട്ട് അവരെല്ലാവരും മത്സരിക്കാൻ ഇറങ്ങി നിൽക്കുക എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തുന്നത്. ചിലരുടെ ഒക്കെ ക്യാപ്ഷൻ എഴുതിയിരിക്കുന്ന ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അതെന്തൊരു മര്യാദകേടാ. അങ്ങനെ ആ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് പ്രചരിപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ ആ ദിശയിലേക്ക് വഴിമാറ്റേണ്ടതില്ല. അതിനകത്ത് ഉചിതമായിട്ടുള്ള തീരുമാനം പാർട്ടി എടുക്കും. ആ പാർട്ടി കാര്യങ്ങൾ അതിനനുസരിച്ച് ഇപ്പൊ എന്റെ കാര്യം ഞാൻ പറഞ്ഞു, പക്ഷെ ബാക്കി കാര്യങ്ങൾ പാർട്ടി എടുക്കും. എല്ലാ എംപിമാരും കൂടി കേരളത്തിൽ മത്സരിക്കാൻ റെഡിയായിട്ട് നിൽക്കൊന്നുമല്ല. കേരളത്തിലെ UDFന്റെ നല്ല സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും. അനിവാര്യമായ മാറ്റം കേരളത്തിൽ ഉണ്ടായിരിക്കും. അതിന് ജനങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇവരെ മാറ്റാൻ ജനങ്ങൾ തയ്യാറാണ്. ജനങ്ങളുണ്ട് അവരെ മാറ്റാൻ. അതെല്ലാവർക്കും അറിയാം. അതങ്ങനെ ഓരോരുത്തരും ഇപ്പൊ ഞാൻ തന്നെ, അത് പാർട്ടിയല്ലേ പറയേണ്ടത്. ഓരോരുത്തരും അവനവന്റെ കാര്യം പറയാൻ പറ്റും. ഞാനും മത്സരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ പേരും ഫോട്ടോ വെച്ചിട്ടൊരു ക്യാപ്ഷൻ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അതങ്ങനെ ഓരോ എംപിമാരും വന്നിങ്ങനെ വരിവരിയായി നിന്നിട്ട് ഓരോരുത്തരുടെ പ്രഖ്യാപനം നടത്താൻ പറ്റുമോ? അത് പാർട്ടിയല്ലേ നടത്തേണ്ടത്. മത്സരിക്കണോ വേണ്ടേന്നൊക്കെ പാർട്ടി തീരുമാനങ്ങളല്ലേ. അത് പാർട്ടി അതിന്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ പറയും. എന്നാൽ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഈ ഊഹാപോഹങ്ങൾ ഇങ്ങനെ ഫോട്ടോ വെച്ച് പ്രചരിപ്പിക്കുന്ന ഏർപ്പാടെങ്കിലും ഒന്ന് നിർത്തണം എന്നുള്ളതാണ് അഭ്യർത്ഥന.